ഹായ് ഫ്രണ്ട്സ്, പിപ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെയാണ്? മൂന്നാർ. നമ്മള് മൂന്നാറിൽ ഇപ്പൊ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ്. അച്ഛൻ പറഞ്ഞോളൂ. മൂന്നാറ് റിസോർട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ, അല്ലെങ്കിൽ ഇനി കാണിച്ചു തരാം. നമ്മള് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ മൂന്നാറ് നമ്മൾ താമസിച്ച റിസോർട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മള് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ വന്നത് താമസമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ചിറ്റി ചെയ്യുന്നു, വെള്ളം ഇല്ലാത്തൊരു പ്രശ്നമൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും ഒരിക്കൽ കൂടി പിപ്പീസ് വ്ലോഗിന്റെ സ്വാഗതം. താമസിച്ച ഹോട്ടലിൽ നിന്നും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാനായിട്ട്. അപ്പോൾ മൂന്നാർ നമ്മൾ താമസിച്ച ആ റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുട്ടും കടലക്കറി, അതേപോലെ തന്നെ പൂരി മസാല, എഗ്ഗ്. നമുക്ക് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടമായി. മസാലക്കറി ആണെങ്കിലും പുട്ടും കടലയാണെങ്കിലും അങ്ങനെ എല്ലാം. ബ്രെഡൊക്കെ ഞാൻ കഴിച്ചില്ല കേട്ടോ, പിന്നെ പലരൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ കൂടുതലും എടുത്തത് പൂരി മസാല തന്നെയാണ്. നല്ലതാ. പുട്ടും കടലയും എടുക്കണമെന്നുണ്ട്, പൂരി മസാല എടുക്കണം, രണ്ടും എടുക്കണമെന്നുണ്ട്. ആദ്യം പൂരി മസാല കഴിച്ചോട്ടെ. ചായക്ക് എടുത്താ പുട്ടും കടലേ സൂപ്പറാണോ? പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? സൗമ്യ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? പിന്നെ ബട്ടർ മസാല തീർന്നുപോയി. എന്താ പരിപാടി? കട്ട് ഫ്രൂട്ട്സ് എടുത്താണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ സമയത്ത് അവിടെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡുകളുണ്ട്, ഇപ്പൊ എന്ത് ഫുഡായാലും ശരി, പക്ഷെ അതിന്റെ കൂടെ ഈ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ മുളപ്പിച്ച പയറെന്നൊക്കെ പറയില്ലേ, പ്രോട്ടീൻ, ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കൂടുതലും ഈ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ. ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. എന്താ പറയുന്നത്, ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങൾ രണ്ടും എടുത്തില്ലേ? സൗമ്യം അബൂസ് ചായക്കല്ല കഴിച്ചാ? പുട്ടും കടല. പുട്ടും കടല കട്ട് ഫ്രൂട്ട്സ് കഴിക്കണം, ഏറ്റവും നല്ലതാണ്. കാര്യം നടക്കണ്ടേ, അതിനുവേണ്ടി കട്ട് ഫ്രൂട്ട്സ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയാണ്. റൂമിൽ ചെന്നിട്ട് വേണം ബാഗ് എടുത്തിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് പോരാൻ. റിസോർട്ട്, നമ്മൾ താമസിച്ച റിസോർട്ടാണ്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ച് നമ്മൾ ഒരു ദിവസം താമസിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു, പക്ഷേ പലരും കുളിച്ചില്ല. ഞാനും മകനുമൊക്കെയാണ് കുളിച്ചത്. അപ്പോൾ നമ്മളുടെ ബാഗുകളെല്ലാം 2 വണ്ടിയിലായിട്ട് നമ്മൾ പാക്ക് ചെയ്തു. നമ്മുടെ ഓരോ വണ്ടി, ആദ്യത്തെ വണ്ടി ഇറങ്ങി, ചേട്ടൻ്റെ വണ്ടിയാണ് ഇറങ്ങുന്നത്. അടുത്തത് ഞാൻ ഓടിക്കുന്ന നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങുന്നത് ഭയങ്കര കുത്തനെയുള്ള ഇറക്കമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ട്. ഞങ്ങളൊരു സിപ്പ് ലൈൻ്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ മഴ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പൊതുവേ മടിയായിരുന്നു. സിപ്പ് ലൈനിൽ കയറാനായിട്ട് പിള്ളേർക്കായാലും ഞങ്ങൾക്കായാലും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കാഴ്ചകൾ കാണാൻ നമുക്ക് പലർക്കും അങ്ങനെയാണല്ലോ, കാഴ്ചകൾ കാണാനായിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം സിപ്പ് ലൈനിൽ കയറാനുള്ളൊരു പേടി ഒക്കെ എല്ലാവർക്കും പൊതുവേ മിക്കവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ചെറുപ്പക്കാരൊക്കെയാണ് ഇത് സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളതൊന്നും കയറിയില്ല കേട്ടോ, നമ്മുടെ പിള്ളേരും കയറിയില്ല. അടുത്തത് ഒരു ദമ്പതികളാണ് നമ്മുടെ സിപ്പ് ലൈനിലേക്ക് കയറിയിരിക്കുന്നത്. അവർ അങ്ങനെ 2 പേരും കൂടി
പിടിച്ചിട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചേട്ടാ. രണ്ടുപേരും നന്നായിട്ട് കൈ കോർത്ത് പിടിച്ചിട്ടാണ് സിപ്പ് ലൈനിലേക്ക് പോകുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൈയൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുപോയി. കാരണം ഇവർ കുറച്ചങ്ങോട്ട് ഓടിത്തുടങ്ങുമ്പോഴേക്കും ഇവർ പോകുന്ന വയർ റോപ്പ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് അകലും. അങ്ങനെ അവരുടെ കൈ വിട്ട് ആണ് പിന്നെ അവർ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ വണ്ടിയായിട്ടാണ് വരുന്നത്. ഭയങ്കര സംഭവമാണ്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയറ്റവും കയറി. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് അവിടെ കിടക്കുന്നത് ചേട്ടൻ്റെ വണ്ടി. ഭയങ്കര കുത്തനൊരു വെള്ളച്ചാട്ടം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയതാണ് കേട്ടോ. പക്ഷേ ഒരു കോപ്പും കണ്ടില്ല. നമ്മൾ പച്ച മലയാളത്തിൽ പറയാം. വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സാധനം. അവിടെ വെള്ളച്ചാട്ടം വല്ലതും ഉണ്ടായിരുന്നാ? ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വന്ന വെള്ളമുള്ളത്. ആറ്റുകാട് അത് മേളിലാന്ന് പറഞ്ഞ എന്ത് ആ ഇറക്കിറങ്ങിയിട്ട് ഞാൻ പേടിച്ചിട്ടാണ് വണ്ടി ഞാൻ ഒതുക്കിയത്. ഇറങ്ങിയപ്പോ അതിനിടെ വണ്ടി വന്നതിനെ തീർന്ന് ഒരു ചെറിയ പാലൊക്കെ. അങ്ങനെ നമ്മൾ നേരെ മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്കാണ് പോകുന്നത്. നല്ല മഴയുണ്ട്. പക്ഷേ നല്ല കയറ്റമുള്ള മലകൾ കയറിയിട്ട് വേണം മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ചെല്ലാൻ. ഗ്യാപ്പ് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിന് നടുവിൽ കൂടി പോകുന്ന മനോഹരമായ റോഡാണ് ഗ്യാപ്പ് റോഡ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ മൂന്നാറിൻ്റെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്ന ഒരു റോഡും കൂടിയാണ്. അപ്പോൾ ആ റോഡിലേക്ക് ചെന്നാൽ മനോഹരമായ കാഴ്ചകൾ കാണാം എന്ന് നമുക്കറിയാം എന്നതുകൊണ്ടും നമ്മൾ 2 വണ്ടിയും കൂടി നേരെ പോവുകയാണ്. അന്തരീക്ഷം വളരെ മോശമാണ്. അത് സാധാരണ നമ്മൾ ജൂണിലൊക്കെ അങ്ങനെ വരാറില്ല. പക്ഷേ ജൂണിൽ നല്ല വെയിലായതുകൊണ്ടൊക്കെ വണ്ടിയായിട്ട് നമ്മൾ ഇന്നലെ പുറപ്പെട്ടതാണ്. പക്ഷെ നടന്നില്ല. കിട്ടിയ സമയം കൊണ്ട് നമ്മൾ ഗ്യാപ്പ് റോഡിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. മകളും അമ്മയും കൂടി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് മകനെ അതായത് മൊബൈൽ ക്യാമറയിൽ മകൻ ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കോട പൊതിഞ്ഞ മനോഹരമായ റോഡ്. എൻ്റെ പൊന്നോ, അടിപൊളി ലുക്കാണ് റോഡിന്. ആ കോടയും കൂടി ഇല്ലെങ്കിൽ ആ റോഡിൻ്റെ സൗന്ദര്യം നമുക്ക് ശരിക്കും ആസ്വദിക്കാം. പക്ഷേ കോടയിൽ നമുക്ക് വേറൊരു അനുഭവമാണ്. കോട ചില സമയങ്ങളിൽ നമ്മൾ വരുമ്പോൾ കോട കിട്ടാറില്ല. പക്ഷേ കോട കിട്ടിയപ്പോഴുള്ളൊരു ഭംഗി അത് അതിമനോഹരം. എല്ലാവരും കോട്ടിട്ടൊക്കെ നിൽക്കുകയാണ്. മഴ കാരണം ഒരു രക്ഷയില്ല. കോട്ടിടാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നും നമ്മൾ നേരെ മൂന്നാറിലേക്കുള്ള സഞ്ചാരമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്ന് മൂന്നാർ ടൗണിലേക്ക് വരുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിൽ നമുക്കൊരു 50 രൂപ പാസ് കൊടുത്താൽ ദാ കാണുന്ന ഷെഡ് കണ്ടോ, ദാ കാണുന്ന ഷെഡ് റൈറ്റ് സൈഡിലായിട്ട് ആ ഷെഡിൽ കയറി 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് തൊട്ടപ്പുറം തേയിലത്തോട്ടിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിടിലം വ്യൂ ആണ്. കിടിലം വ്യൂ. ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്. അപ്പോൾ മഴ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരും അവിടെ ഇറങ്ങാതിരുന്നത്. ഇല്ലെങ്കിൽ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ആളുകളൊക്കെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. മഴ ചെയ്തുകൊണ്ട് നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് കടന്നു പോകുന്നു. അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡബിൾ ടക്കർ വണ്ടി. നമുക്കറിയാം മൂന്നാറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഡബിൾ ടക്കർ വണ്ടി 2 എൻ്റെ അറിവിൽ. ആ വണ്ടിയും കണ്ടു, മനോഹരമായ തേയിലത്തോട്ടവും കണ്ട് നല്ലൊരു വ്യൂ പോയിൻറ്റും കണ്ടിട്ടാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ പറയുന്ന മൂന്നാറിൽ നിന്നും അല്ല ഗ്യാപ്പ് റോഡിൽ നിന്നും മൂന്നാർ ടൗണിലേക്കുള്ള യാത്രകളെല്ലാം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ നേരെ മൂന്നാർ ടൗണിലെത്തി. നല്ല വിശപ്പ്. സമയം 2 മണിയായി. ഉച്ചയ്ക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. അതോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ വിവിധ ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്തതും അതേപോലെ തന്നെ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചതും. എന്തായാലും കിടിലം ഫുഡായിരുന്നു കേട്ടോ. ഇതൊക്കെ വെജ് ബിരിയാണിയാണ്. പക്ഷെ അതിൽ ബീഫ് ബിരിയാണിയിൽ നിന്ന് ബീഫ് എടുത്തിട്ട് ഒരു 5-6 കഷ്ണം ഞങ്ങൾ വെജിലേക്ക് കയറ്റി. വെജ് ബിരിയാണിയൊക്കെ പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കിടിലം ഫുഡായിരുന്നു. ഹോട്ടലിൽ നിങ്ങൾ കണ്ടോ? ഇതാണ് ഹോട്ടൽ അൽ ബുഖാരി. അതായത് നമ്മുടെ മൂന്നാർ ടൗണിലുള്ള
ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ക്ലീൻ ആൻഡ് നീറ്റ് ഹോട്ടലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ അടിമാലിയിലേക്ക് പോകുന്ന വഴിക്ക് മൂന്നാറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടില്ലെന്നൊരു തേയിലത്തോട്ടം കണ്ടു. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് ഫോട്ടോസ് എടുക്കാം. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴൊക്കെ മഴ ഒരു പ്രശ്നമായി മാറി എന്നുള്ളതാണ്. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും മഴ തുടങ്ങും. പക്ഷേ വീണ്ടും നമ്മൾ ഒരു മഴ ഇല്ലാത്ത സമയത്ത് എല്ലാവരും പുറത്തിറങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേര് തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന കാഴ്ചയുണ്ട്. മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ തന്നെയാണ് ഞങ്ങൾ വണ്ടി നിർത്തി. അതായത് എന്ത് രസകരമായ ഒരു ലൊക്കേഷനാണ്. കോട പുതഞ്ഞ് കിടക്കുന്ന ലൊക്കേഷൻ. ഒരു സ്വാമി അപ്പോഴും തിരിഞ്ഞാലൊക്കെ എനിക്ക് ക്യാമറ ആയിട്ട് വരുമ്പോ എന്നിട്ട് ഞാൻ എടുത്തില്ല എന്നുള്ള പരാതിയാണ് സ്വാമിയുടെ. അതെ അങ്ങനെ മാത്രം പറയരുത്. എന്തായാലും ഈ റോട്ടിൽ കൂടി വന്നപ്പോ നല്ലൊരു തേയിലത്തോട്ടം കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തിയതാണ്. നല്ല കിടിലം ലൊക്കേഷനാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ്. കണ്ടില്ലേ, ഇതേ ബാക്കി കാണുന്നത് മുഴുവനും കിടിലം കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഹാരിയസ് വാക്സ് മ്യൂസിയത്തിലെത്തി. നമ്മൾ മ്യൂസിയ കാഴ്ചകൾ പലരും അറിയാത്തൊരു കാര്യമാണ്. വാക്സ് മ്യൂസിയം എന്ന് പറയുന്ന സംഭവമുണ്ട്. അടിമാലിയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുന്ന വഴിക്കാണെങ്കിൽ കിഡിലൻ മ്യൂസിയം ഉണ്ട്. കിഡിലൻ ഒരാൾക്ക് 200 രൂപ ടിക്കറ്റ്, 7 പേരുണ്ടായിരുന്നു, 1400 രൂപ. ഇനി വാക്സ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ്. അതിമനോഹരമായ കാഴ്ചകളാണ്. കയറി വരുമ്പോൾ കാണുന്ന ആളുകളാണ് സ്വാമി വിവേകാനന്ദൻ, അതേപോലെ തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ. പിന്നെ പ്രതിമകൾ. വാക്സ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള താരങ്ങളായാലും സ്പോർട്സ് താരങ്ങളായാലും അവരുടെയൊക്കെ സിനിമാ താരങ്ങളായാലും അവരുടെയൊക്കെ വാക്സ് പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗംഭീരമായ പ്രതിമകളാണ്. ഷാരൂഖ് ഖാൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തെ അറിയാത്തവർ ആരുമില്ല എന്നുള്ളതാണ്. സഫാരി ചാനലിൻ്റെ ഉടമയും മാനേജിങ് ഡയറക്ടറുമായിട്ടുള്ള ഒരു മഹത് വ്യക്തി എന്ന് നമുക്ക് പറയാം. കാരണം ലോകസഞ്ചാരിയായിട്ടുള്ള നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്സ് പ്രതിമ ഗംഭീരം തന്നെ. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും അതേപോലെ ദുൽഖറിൻ്റെയുമായ കിഡിലൻ പ്രതിമയാണ്. വാക്സ് മ്യൂസിയത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഒറിജിനാലിറ്റിയോടുകൂടി ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട കുറേ സംഭവം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെയും അതേപോലെ ദുൽഖറിൻ്റെയും പ്രതിമകളാണ്. എൻ്റെ പൊന്നു, ഇങ്ങനെ നിരവധി പ്രതിമകൾ ഇവിടെയുണ്ട് വാക്സ് മ്യൂസിയത്തിൽ. തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നമ്മുടെ സഞ്ചാരി എന്താ പറയുക, സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ കൂടെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഈ വാക്സ് മ്യൂസിയത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ ഇത് അറിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ വരുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് കയറുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വാക്സ് പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ കയറുന്നത്. അടുത്തുള്ള നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി അല്ലെ ജോസഫ് ജി, അദ്ദേഹം, പിന്നെ നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ, അങ്ങനെ കുറച്ച് പേരെ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടം കണ്ട് അതും ആസ്വദിച്ച്. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല ശബ്ദമാണ് കേട്ടോ. അമിതമായി വെള്ളം കുത്തിയൊലിക്കുന്ന ശബ്ദം, ഭയങ്കര ശബ്ദം തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് സംസാരിച്ചാൽ പോലും നമുക്ക് എന്താ പറയുക, ശബ്ദം കേൾക്കാൻ പറ്റില്ല. തൊട്ടടുത്തേക്കുള്ള ശബ്ദം പോലും കേൾക്കാൻ പറ്റില്ല. കുത്തി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.